അങ്ങനെ ട്രിപ്പ് പോകാൻ ഞങ്ങൾ ഫുള്ളി സെറ്റായി. ഞങ്ങളുടെ ഫുൾ കസിൻസ് ഗ്യാങ്ങിന്റെ ഒപ്പാട്ടോ ഈ തവണത്തെ ട്രിപ്പ്. വാട്ടർലൂ എയർപോർട്ടിൽ നിന്ന് ഈവനിങ് 4:30 ആയിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ്. ഞങ്ങൾ പിന്നെ നേരത്തെ എയർപോർട്ടിൽ എത്തി റിലാക്സ് ചെയ്തിരിക്കാന്ന് കരുതി ഒരു 2:30 മുന്നേ എയർപോർട്ടിൽ എത്തി. പക്ഷേ ഞങ്ങളുടെ ബാക്ക് എത്ര ശ്രമിച്ചിട്ടും അവരുടെ മെഷർമെന്റ് ഐറ്റത്തിൽ ഫിറ്റ് ആവുന്നുണ്ടായില്ല. ആരും കുറ്റം പറഞ്ഞിട്ട് കയറിയില്ല. ചെക്കിംഗ് ബാഗ് ആഡ് ചെയ്യണമെന്നുള്ളത് ഞങ്ങളുടെ ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ അടുത്ത് ഊബർ വിളിച്ച് വീട്ടിൽ പോയി ഒരു ട്രോളി ബാഗ് എടുത്തുകൊണ്ട് വന്നു. പിന്നെ എയർപോർട്ടിൽ വെച്ച് തന്നെ ഞങ്ങൾ എല്ലാം റീപാക്ക് ചെയ്ത് എങ്ങനെയൊക്കെ ഫ്ലൈറ്റിൽ കയറി. ഈ ഇരിക്കുന്നവനാണ് അപ്പുറത്തെ വീട്ടിലെ അപ്പു. ഞങ്ങളുടെ ബാല്യകാലസഖി കൂടിയാണ്. പണ്ട് ഞങ്ങളില്ലെങ്കിൽ അവന് സ്കൂളിൽ പോയില്ല, ഫുഡ് കഴിക്കില്ല, അങ്ങനെ വല്ലാത്തൊരു ആത്മബന്ധമായിരുന്നു. ഇപ്പൊ ഞങ്ങളില്ലെങ്കിൽ ഉറക്കത്തിൽ വരാൻ ഫുഡ് കഴിക്കും. അന്ന് ഓട്ടോയിൽ സ്കൂളിൽ പോകുന്ന കാലത്ത് ഞങ്ങളുടെ നടുക്കെ അവനിരിക്കുള്ളായിരുന്നു. അത് അറിഞ്ഞിട്ടാണ് തോന്നുന്നു ഫ്ലെയറുകാരൻ ഞങ്ങളുടെ നടുക്ക് തന്നെ അവനെ കൊണ്ടിരുത്തി. ബൈ ഞങ്ങൾ ട്രിപ്പ് എങ്ങോട്ടാന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ. കാനഡയുടെ ഈസ്റ്റ് കോസ്റ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു മനോഹരമായ പ്രൊവിൻസ് ആണ് നൊവാസ്കോഷ്യ. ഇന്നത്തെ നമ്മുടെ യാത്ര അങ്ങോട്ടേക്കാണ്. ടൊറന്റോയിൽ നിന്ന് നൊവാസ്കോഷ്യയിലുള്ള ഹാലിഫാക്സിലേക്ക് 2 hours ഫ്ലൈങ് ഉണ്ട്. അവിടെ നിന്ന് 4 hours ഡ്രൈവ് ചെയ്ത് വേണം കേപ്പ് ബ്രിട്ടൻ എത്താൻ. കേപ്പ് ബ്രിട്ടൻ ആക്ച്വലി ഒരു ഐലൻഡ് ആണ്. അവിടെ ഞങ്ങൾക്ക് വേറൊരു റിലേറ്റീവ് ഉണ്ട്. അവന്റെ അടുത്ത് ഈ സമ്മർ വെക്കേഷൻ സ്പെൻഡ് ചെയ്യാനായിരുന്നു ഞങ്ങളുടെ ഡിസിഷൻ. എയർപോർട്ടിൽ നിന്ന് ഞങ്ങളെ പിക്ക് ചെയ്യാൻ അവർ വന്നിട്ടുണ്ടായി. അങ്ങനെ നീണ്ട യാത്രയ്ക്കൊടുവിൽ ഒരു രാത്രി 3 മണിയോടുകൂടി ഞങ്ങൾ എയർബിൻബിലെത്തി. ഫുള്ള് വിന്റേജ് ലുക്കിലുള്ള ഈ വീട് കാണാൻ നല്ല അടിപൊളിയായിരുന്നു. കുറെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടായിരുന്നു. ശുദ്ധ സംഗീതത്തെ ഹനിക്കുന്ന രീതിയിൽ എല്ലാം ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. അവിടെ എത്തിയപ്പോഴാ ഒരു പെട്ടി നിറയെ ഹോം മെയ്ഡ് വൈൻ അവൻ ഞങ്ങൾക്കായി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഒരു ചേർസും പറഞ്ഞ് നേരെ പോയി കിടന്നുറങ്ങി.